ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കറന്റ് കിട്ടാവുന്നതിൽ ഏറ്റവും ലുക്കുള്ള സ്മാർട്ട് വാച്ച്. ഇതാണ് ബോൾട്ട് വാച്ച് മിറാഷ്. കുറച്ച് ലുക്കുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് വേണമെന്നുണ്ടെങ്കിൽ ബോൾട്ടിൻ്റെ ഈ ഒരു വാച്ചാണ് ഏറ്റവും ബെസ്റ്റ് വൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലുക്കിൻ്റെ കാര്യത്തിലും ദിസ് ഈസ് ടോപ്പ് ക്ലാസ്. കാര്യം ആദ്യം നമുക്ക് ഫിസിക്കലി ഒന്ന് പരിചയപ്പെടാം. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബിൽഡാണ് നമ്മുടെ ബോൾട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമുക്ക് അൺബോക്സിങ് എക്സ്പീരിയൻസ് തരുന്നത് ഭയങ്കര നൈസാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടോപ്പ് ക്ലാസ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബോക്സിലാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടതുപോലെ തന്നെ ഇത് കയ്യിലെടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സ്പെക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ 1.39 ഇഞ്ചിൻ്റെ ഒരു HD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ആ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള വാച്ച് ക്രൗൺ, അതായത് ഈ വാച്ചിൻ്റെ സൈഡിലുള്ള ബട്ടൺ ഇല്ലേ, അത് തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കറക്കുന്ന സമയത്ത് നമുക്ക് വാച്ച് ഫേസ് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ആൻഡ് ബോൾട്ടിൻ്റെ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ഫേസിനെ കസ്റ്റമൈസ് ചെയ്യാം. ആൻഡ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഏകദേശം 300-ലധികം വാച്ച് ഫേസസ് ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ച് ഫേസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇൻ കേസ് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വാച്ച് ഫേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ക്രൗൺ തിരിച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ 2 മോഡ് ബട്ടൺ കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് നമുക്ക് സ്ക്രീൻ ഇൻ കേസ് പെട്ടെന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. ഇനി താഴേക്ക് വരുന്ന ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ്നസ് ബട്ടൺ ആണ്. അത് അമർത്തുന്ന സമയത്ത് നമുക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള മോഡുകളെല്ലാം കിട്ടും. ആൻഡ് ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റണ്ണിങ് അല്ലെങ്കിൽ സ്കിപ്പിംഗ് അങ്ങനെയുള്ള ഓരോ മോഡുകളുണ്ട്. അത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോഗ് ചെയ്യുന്ന സമയത്തോ റൺ ചെയ്യുന്ന സമയത്തോ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എത്ര ദൂരം ഓടി, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ലീപ്പ് മോണിറ്ററിംഗ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ആൻഡ് 120+ സ്പോർട്സ് മോഡുകളാണ് ഈ ഒരു വാച്ചിനകത്തുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് നല്ലതുപോലെ ഫിറ്റ്നസ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്പോർട്സ് വെയർ എന്നുള്ള ലെവലിനേക്കാളും ഒരു ലുക്കുള്ള നിങ്ങൾക്കൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ഫംഗ്ഷന് പോകുന്ന സമയത്ത്, പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം ഈ ഒരു മെറ്റൽ സ്ട്രാപ്പ് വരുന്നത് കൊണ്ട് തന്നെ മെറ്റൽ സ്ട്രാപ്പ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് കുറച്ച് ലൂസ് ആക്കിയിട്ടായിരിക്കും. നല്ല ടൈറ്റ് ആക്കി നമ്മൾ മെറ്റൽ സ്ട്രാപ്പ് ഇടാറില്ല. അപ്പോൾ ആ ഒരു ലൂസായിട്ട് കിടന്നാലും ലുക്ക് തോന്നുന്ന തരത്തിലുള്ള ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ആയിരിക്കും ഇത് മാച്ച് ആവുന്നത്. നമ്മുടെ വാച്ച് വന്നിട്ട് സിങ്ക് അലോയ് ഫ്രെയിമിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല വ്യൂയിങ് ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 500 nits ആണ് ഇതിൻ്റെ ഏറ്റവും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. റെസൊല്യൂഷൻ നോക്കുന്ന സമയത്ത് 360x360 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ബോൾട്ട് മിറാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിന് 3 കളർ വേരിയൻസ് ആണുള്ളത്. ആംബർ ബ്ലൂ, അതുപോലെ തന്നെ ഇനോക്സ് സ്റ്റീൽ, പിന്നീട് കോൾ ബ്ലാക്ക്. എൻ്റെ കയ്യിലുള്ളത് കോൾ ബ്ലാക്ക് ആണ്. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആംബർ ബ്ലൂ ആണ്. അത് ആ ഒരു ഗോൾഡും ബ്ലൂവും കളർ കമ്പൈൻ ചെയ്ത് വരുന്നത് ഭയങ്കര രസമാണ് കാണാൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.3 ആണ് ഈ ഒരു വാച്ചിനകത്ത് ബോൾട്ട് കൊടുത്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾ മഴയത്തിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാലും വാച്ചിനൊരു കംപ്ലയിൻറ്റ് വരത്തില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കുറച്ച് ഡ്യൂറബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ബോൾട്ട് എന്ന ബ്രാൻഡ് വേറൊരു പരിപാടി ഒപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രാപ്പ് വേറെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ട്രാപ്പ് മാറ്റിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേറെ സ്ട്രാപ്പ് ഓർഡർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെഡ് ഇപ്പോൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഈ ഗോൾഡ് സ്ട്രാപ്പ് ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതുമാണ്. ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറും അതുപോലെ തന്നെ മൈക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൾ വരുമ്പോൾ ആ കോൾ നമ്മുടെ വാച്ച് ഉപയോഗിച്ച് എടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനും സംസാരിക്കാനും സാധിക്കും. കോൺടാക്റ്റ് മൊത്തം നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡയലർ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നമ്പർ ഡയൽ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡയൽ ചെയ്ത് എടുക്കാൻ പറ്റും. പൊതുവേ സ്മാർട്ട് വാച്ചസിൽ നമ്മുടെ ഓൾറെഡി ഉള്ള കോൺടാക്റ്റിനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാമെന്നുള്ളതല്ലാതെ ഡയലർ വരുന്നത് ഭയങ്കര ചുരുക്കമാണ്. എന്നാൽ ബോൾട്ട് ഇതിനകത്ത് ഡയലർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു 1 ടാപ്പ് കണക്ഷൻ ഫീച്ചറാണ് നമ്മുടെ ബോൾട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വാച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ബെസൽ ഭയങ്കര കുറവാണ്. നല്ല കുറഞ്ഞ ബെസലാണ്. അതുമാത്രമല്ല ഫോണുമായിട്ടുള്ള റേഞ്ച് 10 മീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 10 മീറ്റർ റേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ വാച്ചും കൊണ്ട് നമുക്ക് വീട്ടിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാൻ പറ്റും. ഫൈൻഡ് മൈ ഫോൺ ഫീച്ചർ വെച്ചിട്ട് ഇൻ കേസ് നിങ്ങളുടെ ഫോൺ കാണാനില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ മറന്നിട്ടുണ്ടാവും, ആ ഫീച്ചർ വെച്ചിട്ട് നമ്മുടെ ഫോൺ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നീടുള്ളത് ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും എത്രത്തോളം ബാറ്ററി കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ബോൾട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. നമ്മുടെ വാച്ചിൻ്റെ ക്രൗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സിറിനെയും ഗൂഗിൾ അസിസ്റ്റൻറ്റിനെയും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വോയിസ് അസിസ്റ്റൻറ്റ് നമ്മുടെ വാച്ചിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ വോയിസ് അസിസ്റ്റൻറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള സെൻസേഴ്സിനെ കുറിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ മെഷർ ചെയ്യും എന്നുള്ളത്. പൊതുവേ നമ്മുടെ സ്മാർട്ട് വാച്ചിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, ഇനി ഞാൻ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഈ എന്തൊക്കെയാണ് ഈ ഒരു വാച്ച് മെഷർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് SpO2 അല്ലെങ്കിൽ ബ്ലഡ് ഓക്സിജൻ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും, സ്ലീപ്പ് ഒബ്വിയസ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റും, പിന്നീട് നമുക്ക് ബ്രെത്ത് ട്രെയിനിങ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു മിനിറ്റിനകത്ത് നമ്മൾ എത്രത്തോളം ബ്രെത്ത് എടുക്കുന്നുണ്ട്, അതെങ്ങനെയാണ്, പ്രോപ്പർ ആണോ, ഹെൽത്തി ആണോ എന്നുള്ളതെല്ലാം ട്രാക്ക് ചെയ്യാം. വാട്ടർ റിമൈൻഡർ, അതായത് വെള്ളം കുടിക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് നേരം വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണീറ്റൊന്ന് നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് റിമൈൻഡർ തരും. സ്റ്റെപ്പ് കൗണ്ടർ, ഡിസ്റ്റൻസ് കൗണ്ടർ, അതുപോലെ തന്നെ കലോറി ബേൺഡ്, ഇതെല്ലാം ഈ ഒരു വാച്ചിനകത്ത് കിട്ടും. ഇൻ കേസ് ലേഡീസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളും കൂടി നമ്മുടെ ഈ വാച്ചിനകത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് പീരീഡ്സ് എപ്പോഴാണെന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. നമ്മുടെ ഈ വാച്ചിനകത്തുള്ള ഒരു ഫൺ ആയിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് കുറേ മിനി ഗെയിംസ് ഉണ്ട്. നമ്മുടെ ക്രൗണിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മോഡുകളിലേക്ക് പോകും. എന്നിട്ട് താഴേക്ക് നിങ്ങൾ ഡ്രാഗ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് ആ ഒരു ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് യങ് ബേർഡ്, 2048, അതുപോലെ തന്നെ തണ്ടർ ബാറ്റിൽ ഷിപ്പ്, ഹാംസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഗെയിം കിടപ്പുണ്ട്. യങ് ബേർഡ് ആണ് എനിക്ക് കുറച്ച് ഇഷ്ടം. ലൈക്ക് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. നിങ്ങളുടെ ഫോണിനകത്ത് ചാർജ് ഇല്ല, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി സമയം പോകണമെന്നുണ്ടെങ്കിൽ ഈ വാച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗെയിമും കളിക്കാൻ പറ്റും. ഇറ്റ്സ് ഫൺ. ഇനി എൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ബിൽഡ് ക്വാളിറ്റി ഭയങ്കര നൈസാണ്. ഭയങ്കര നൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് ബിൽഡ് ക്വാളിറ്റി, പറയാതിരിക്കാൻ വയ്യ. ഈവൻ നമ്മുടെ ഈ സ്ട്രാപ്പ് അവർ പോളിഷ് ചെയ്തിരിക്കുന്നതും, അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഹെഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതും, ഈ ഡിസൈൻസ് എടുത്തിട്ടുള്ളതും, ഈവൻ ഈ ക്രൗണിൻ്റെയൊക്കെ ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് റിയലി ഓസം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാച്ച് ഫേസ്, അതായത് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് പോലത്തെ വാച്ച് ഫേസ് ഇടുമ്പോൾ ഈ ഒരു വാച്ച് ഫേസും നമ്മുടെ ഡയലറിൻ്റെ പുറത്തുള്ള ഈ ഒരു ചെറിയ ഡീറ്റെയിലിങ്ങുമായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഭയങ്കര രസമാണ്. അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. boltaudio.com-ൻ്റെ അകത്ത് നമുക്ക് 1599 രൂപയാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ്. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.